രവി, എന്റെ രവി വന്നല്ല. നിങ്ങൾ എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. സോറി രവി, ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ടുപോകുന്നല്ല, നമ്മൾ രണ്ടുപേരും പറയാനാ വന്നത്. രവി, എന്തായി പറയുന്നത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തു? നിന്റെ യഥാർത്ഥ ഗുണം എന്തെന്നറിയാതെ ഞാൻ നിന്നെ സ്നേഹിച്ചില്ലേ? അതാണ് ഞാൻ ചെയ്ത തെറ്റ്. നിനക്ക് പണം വേണമെങ്കിൽ എന്നോട് ചോദിക്കാമായിരുന്നു, ആഭരണം വേണമെങ്കിൽ ഞാൻ വാങ്ങി തരുമായിരുന്നില്ലേ? നയാ പൈസ പോലും സ്ത്രീധനം വാങ്ങാതെ എന്റെ അച്ഛൻ നിന്നെ മരുമകളാക്കാൻ തയ്യാറായില്ലേ? അങ്ങനെ ഒരാളിനെ നീ കൊല്ലാൻ ശ്രമിച്ചില്ലേ? എന്ത്? പുരുഷോത്തമൻ നിങ്ങളുടെ അച്ഛനോ? അതെ, എന്റെ അച്ഛനെ കൊല്ലാൻ ശ്രമിച്ചോളല്ലേ നീ? നിന്റെ റൂം ചെക്ക് ചെയ്തപ്പോ ആ രക്തം പുരണ്ട സാരി കിട്ടി. അത് പരിശോധനയ്ക്ക് അയച്ചാൽ അത് മിസ്റ്റർ പുരുഷോത്തമന്റെ രക്തമാണെന്ന് തെളിവായേക്കും. അങ്ങനെയല്ല സാർ, അവിടെ യഥാർത്ഥത്തിൽ നടന്നത് വേറെയാണ്. ആയിരിക്കാം. അതിന് നിന്റെ അഭിപ്രായമല്ലാതെ മറ്റു തെളിവുകളൊന്നുമില്ലല്ലോ. നിന്നെ കാണുമ്പോ എനിക്ക് അയ്യോ കഷ്ടം തോന്നും. അതിനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? കോടതിക്ക് സാക്ഷികളും തെളിവുകളുമാണ് ആവശ്യം. സർക്കാർ വക്കീൽ സമർത്ഥമായി ആർഗ്യ ചെയ്ത് നിനക്ക് മരണശിക്ഷ വാങ്ങിച്ചു തരും, തീർച്ച. ഞാൻ നിന്നോടൊരു കാര്യം പറയാം. അതനുസരിച്ച് പെരുമാറിയാൽ ആ മരണശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. എന്താണ് സാർ? നീ കോർട്ടിൽ ആ കുറ്റം സമ്മതിക്കണം. സാർ, നീ ഇത് സമ്മതിച്ചാൽ ആ സമയത്തെ ഏതോ ഒരു ആവേശത്തിൽ സംഭവിച്ചതാണെന്ന് നമുക്ക് കോടതിയുടെ ദയക്ക് അപേക്ഷിക്കാം. ന്യായാധിപതി എന്റെ ഒരു പരിചയക്കാരനാണ്, ദയാലുവാണ്. നിന്നോട് ദയ തോന്നിയ അദ്ദേഹം വെറുതെ വിടും. എന്താ? എനിക്കിതൊന്നും അറിയില്ല. ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നു. നിങ്ങൾ പറയുന്ന പോലെ കേൾക്കാൻ ഞാൻ. എന്നാ ബാക്കി ഞാൻ ഏറ്റു. ഈ കഴിഞ്ഞ ആഗസ്റ്റ് മാസം 18-ാം തീയതി ഇന്നാട്ടിലെ വ്യവസായ പ്രമുഖനായ ശ്രീ പുരുഷോത്തമന്റെ വീട്ടിൽ മോഷ്ടിക്കാനുള്ള ഉദ്ദേശത്തോടെ നീ അവിടെ ചെന്നതായും ശ്രീമാൻ പുരുഷോത്തമൻ നിന്നെ കണ്ട് അത് തടയാൻ ശ്രമിച്ചപ്പോ അദ്ദേഹത്തെ കത്തികൊണ്ട് കുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ചതായും നിന്റെ പേരിൽ കുറ്റം ചുമത്തപ്പെട്ടിരിക്കുന്നു. ഇതേപ്പറ്റി നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എന്താ രമേ, ഉത്തരം പറയൂ. ഞാൻ അത് സമ്മതിക്കുന്നു. പ്രോസിക്യൂഷൻ ഭാഗത്ത് നിന്ന് ആരോപിക്കപ്പെട്ട വിവിധ കുറ്റങ്ങൾക്ക് IPC 457, 380, 307 വകുപ്പുകൾ പ്രകാരം പ്രതി കുമാരി രമയെ ശിക്ഷിക്കേണ്ടതാണ്. എന്നാൽ പ്രതിയുടെ വധശ്രമത്തിനുണ്ടായ സാഹചര്യങ്ങൾ പരിശോധിച്ചപ്പോൾ അത് യാദൃശികമായി സംഭവിച്ചതാണെന്ന് കോടതിക്ക് ബോധ്യം വന്നിട്ടുണ്ട്. അതുമാത്രമല്ല, പ്രതി വിദ്യാസമ്പന്നയും അവിവാഹിതയും ആയതുകൊണ്ടും പ്രതിക്ക് ജീവിക്കാൻ മറ്റ് യാതൊരു മാർഗങ്ങളുമില്ലെന്ന് ബോധ്യപ്പെട്ടതിനാലും ഈ കോടതി പ്രതി രമയ്ക്ക് 1 വർഷത്തെ സാമാന്യ ശിക്ഷ വിധിച്ചിരിക്കുന്നു. നിങ്ങൾ ആ പോലീസ് വാനിൽ പോയിരിക്കും. എന്താടി, എന്നോടാണോ കളിക്കുന്നത്? വക്കീല്, പോലീസ്, ജഡ്ജ്, മന്ത്രി എല്ലാം എന്റെ പോക്കറ്റില. ഇപ്പൊ നിനക്ക് മനസ്സിലായല്ലോ. നോക്ക്, ഇനിയും സമയം വൈകി പോയിട്ടില്ല. ഞാൻ പറയുന്നതനുസരിച്ചാൽ ജയിലിൽ പോയി കല്ലുടയ്ക്കുന്നതിനേക്കാളും അന്തസ്സായി എന്റെ വീട്ടിലെ പൂമത്തയിൽ സുഖമായി കഴിയാം. നിന്നെ പോലത്തെ രാക്ഷസന്മാരോട് ജീവിക്കുന്നതിനേക്കാളും ജയിലിൽ കഴിയുന്നതാണ് ഭേദം.
നോക്ക്, ഈ സാരി മാറിയിട്ട് ഈ ജയിൽ ഡ്രസ് കൊടുത്തോ. എന്താടി നോക്കി നിൽക്കുന്നേ? ഞാൻ പറഞ്ഞ കേട്ടില്ലേ? ഈ സാരി കൊടുക്കാൻ. സാരി മാറ്റാനുള്ള സ്ഥലം വരെ വാ. ഇതെന്ത് നിന്റെ അമ്മായിമ്മയുടെ വീടെന്ന് വിചാരിച്ചോ? സാരി മാറാനായിട്ട് ഒരു റൂം, കിടന്നുറങ്ങാൻ ഒരു റൂം, എല്ലാം അവിടെ തന്നെ. നാണിക്കുന്നു. ആരോ ഒരുത്തിനെ കൊല്ലാനായിട്ട് പോയില്ലേ? ആ സമയത്ത് എവിടെ പോയിടി ഈ നാണം? ഉടുക്കടി. എന്താടി ഇത്ര താമസം? മണവാട്ടി ചമയാണല്ലേ? ഒന്ന് തന്നാലേ പല്ലെല്ലാം കൊഴിയും നോക്കോ. സാരി ഉടുക്കാനൊരു സമയം. അങ്ങോട്ട് നടക്ക്. എന്താടി ഇത്ര കാണാൻ? എല്ലാം അങ്ങോട്ട് പോരെ. പാവം കരയണ്ട. എന്തിനാ കരയുന്നേ? ഞാനും ആദ്യം ഇങ്ങനെയൊക്കെ ആയിരുന്നു. എന്നോണ്ട് പേടിക്കണ്ട, ഞങ്ങളൊക്കെ ഇല്ല എന്നെ സഹായിക്കാൻ. നിനക്ക് ഞാനുണ്ട്. വാടിയുടെ ഞാൻ നോക്കൂ. മര്യാദക്ക് ഞാൻ പറയുന്നത് കേട്ട് അനുസരിച്ച് നിന്നോണം. ഇല്ലെങ്കിൽ നിന്നെ ഞാൻ സമാധാനത്തോടു കൂടി ഇവിടെ ജീവിക്കാൻ അനുവദിക്കില്ല. ഇവരോടൊക്കെ ചോദിച്ചു നോക്കടി. അടിച്ച് നിന്റെ എല്ലി ഞാൻ ഓടിക്കും. മനസ്സിലായോടി? നിന്റെ അവന്മാരുണ്ടല്ലോ പോലീസുകാര്, അവന്മാരൊക്കെ വെളി. എടി മനസ്സിലായോന്നും? ഞാനാ ഇവിടുത്തെ റാണി. അതുകൊണ്ട് നിന്റെ സമൂഹത്തോടു കൂടി തന്നെ മുത്തം വയ്ക്കാൻ പോകുന്നു. അവളെ തൊട്ടുപോയാണ്ടല്ലോ അടിച്ച് നിന്റെ ഷേപ്പ് മാറ്റി തരും. ആഹാ കഴിച്ചിട്ട് ശരിയാക്കുന്നല്ലേ? അക്ഷരം വേണ്ടി പോരുത്. രണ്ടെണ്ണത്തിനും പച്ചവെള്ളം ഒന്നും കിട്ടൂല, കുടിക്കാൻ കഞ്ഞിവെള്ളം കിട്ടൂല. ആഹാ, ജയിലെന്ന് നിങ്ങളുടെ അമ്മായിപ്പന്റെ വീടെന്ന് വിചാരിച്ചോ? രണ്ടെണ്ണത്തിന് നോക്കിയോ ശരിപ്പെടുത്തി കളഞ്ഞാൻ. പ്ലീസ് സിറ്റ് ഡൗൺ. താങ്ക് യു. ഞാനൊരു കാര്യം വിചാരിച്ചാൽ പുവർ ഗേൾ ഗിൽറ്റിയാണെന്ന് സമ്മതിച്ച് അവളുടെ നാശത്തിന് അവൾ തന്നെ കുഴി തോണ്ടി. എല്ലാം നമ്മുടെ രഘുനാഥിന്റെ ഐഡിയയാണ്. ഫ്രണ്ട്സ്, ഈ ശാന്തി എന്റേതാണ്. ഇവളുടെ പാട്ടും നൃത്തവും എനിക്ക് മാത്രമാണ് സ്വന്തം. ബട്ട് ഇന്ന് സ്പെഷ്യൽ പാർട്ടി ആയതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഇവൾ ഡാൻസ് ചെയ്യുന്നതാണ്. ഓക്കെ?
കഴിച്ചോളൂ. ഇതാ കഴിക്കൂ. നിനക്ക് വേണ്ടി കൊണ്ടുവന്നതാ. നീ കഴിച്ചില്ലേ? എനിക്ക് വേണ്ട, ഞാൻ ഒന്നും കഴിക്കില്ല. എനിക്ക് വേണ്ടിയല്ലേ നീ വഴക്ക് കൂടിയെന്ന് ശിക്ഷ അനുഭവിക്കുന്നത്? ഞാൻ കഴിക്കില്ല. നോക്ക്, നീ കഴിക്കുന്നില്ലെങ്കിൽ എനിക്കും വേണ്ട. എന്നാ വാ, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. അതിരിക്കട്ടെ, നീ ജയിലിൽ എങ്ങനെ വന്നു? അതൊരു കഥയാണ്. ദൈവം ഞങ്ങളുടെ കുഞ്ഞുനാളിൽ ഞങ്ങളുടെ അച്ഛനെ കൊണ്ടുപോയി. അമ്മ വാദം വന്ന് കിടപ്പായിരുന്നു. വയസ്സായ അമ്മയെ നോക്കാൻ ഞാനും എന്റെ അനുജത്തി ഗൗരിയും തെരുവിൽ നൃത്തം ചെയ്ത് ഞങ്ങൾ അങ്ങനെ ജീവിച്ചു വരുന്നു. ഒന്നും പേടിക്കാനില്ല. വരണം വരണം വരണം. ഞാനിവിടെ ബൈനാക്കുലറിൽ കണ്ടു. വണ്ടർഫുൾ. എൻ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ഡാൻസ് ഞാൻ കണ്ടിട്ടേ ഇല്ല. ഇത്ര നല്ല കലാകാരികൾക്ക് നമ്മുടെ നാട്ടിൽ അംഗീകാരം കിട്ടുന്നില്ലല്ലോ. എന്തുകൊണ്ട് കിട്ടുന്നില്ല? കിട്ടിയാ തീരൂ. ആ അംഗീകാരം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ആദ്യം നിങ്ങൾ ഈ തെരുവിലുള്ള കൂത്തൊന്ന് നിർത്തിയേ പറ്റൂ. നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. നിങ്ങൾക്ക് നല്ലതുപോലെ പ്രോഗ്രാം കിട്ടാനുള്ള ഏർപ്പാടുകൾ ഞാൻ ചെയ്തു. നോക്ക്, നിങ്ങൾക്ക് പണം എത്ര തരാം. എന്നാൽ ഒരു കണ്ടീഷൻ. ഇന്ന് മുതൽ നിങ്ങളുടെ രണ്ടുപേരുടെ നൃത്തവും എന്റെ രണ്ട് കണ്ണുകൾക്ക് മാത്രം സ്വന്തമായിരിക്കും. സ്വാതന്ത്ര്യമായി പാടിപ്പറക്കുന്ന പക്ഷിയെ പിടിച്ച് തങ്കക്കൂട്ടിൽ അടച്ചിട്ടാൽ അപ്പോൾ എന്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടും. അതുപോലെ നിങ്ങളെപ്പോലുള്ള പണക്കാരുടെ മുന്നിൽ ആടി നടക്കാൻ ഞങ്ങളെ കിട്ടില്ല. ഈ പുരുഷോത്തമൻ ആഗ്രഹിച്ചത് ചോദിച്ചാൽ ഇല്ലെന്ന് പറയാൻ ഈ ലോകത്ത് ആരും ഉണ്ടായിട്ടില്ല. ഞങ്ങളെപ്പോലെ മാനാഭിമാനമുള്ള സ്ത്രീകളെ ഒന്നും നീ ഇതുവരെ ജീവിതത്തിൽ കണ്ടിട്ടില്ലടാ. അയ്യോ മണ്ടി, തേടി വന്ന ഭാഗ്യത്തിനെ കാലുകൊണ്ട് ചവിട്ടുന്നത് മൂഢത്തരമാണ്. ആലോചിച്ച് പറ. സ്വയം നേടാത്ത ഒരു ഭാഗ്യവും കൈനീട്ടി സ്വീകരിക്കുന്നവരല്ല ഞാനും എന്റെ അനിയത്തിയും. അത് നീ മനസ്സിലാക്കും. നിങ്ങൾ രണ്ടുപേരും ഞാൻ പറയുന്നതൊക്കെ അനുസരിച്ചാൽ നിങ്ങളുടെ ദാരിദ്ര്യം എല്ലാം മാറിക്കിട്ടും. ജീവിതകാലം മുഴുവനും സുഖമായിട്ടിരിക്കാം. നിങ്ങൾ രണ്ടുപേരെയും മഹാറാണി മഹാറാണി പോലെ ഞാൻ നോക്കിക്കൊള്ളാം. നിങ്ങൾക്ക് വേണ്ടി ഒരു വലിയ ബംഗ്ലാവ് ഞാൻ കെട്ടിത്തരുന്നുണ്ട്. എന്നെ ഒന്ന് അല്പം സന്തോഷിപ്പിച്ചാൽ മാത്രം മതി. എന്താ? നിന്നെ പോലുള്ള നീചന്മാരും ദുഷ്ടന്മാരും വലിച്ചെറിയുന്ന പിച്ച കാശിന് ആഗ്രഹിച്ച് മാനം നിൽക്കുന്ന നാണം കെട്ടവൻ. അങ്ങനെയോ?